ശശി തരൂരിനെയും കെ സുധാകരനെയും മഹാപഞ്ചായത്ത് വേദിയിൽ അവഗണിച്ച് രാഹുൽ ഗാന്ധി. ശശി തരൂരിന്റെ പേര് പോലും പരാമർശിക്കാത്ത രാഹുൽ സുധാകരനോട് കസേരയിൽ നിന്ന് മാറിയിരിക്കാനും നിർദ്ദേശിച്ചു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ അടിയൊഴുക്കുകൾ പുകയുന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത കൊച്ചിയിലെ മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ബോധപൂർവം അവഗണിച്ചു എന്ന പരാതി ശക്തമാകുന്നു. തന്നെ ആസൂത്രിതമായി അപമാനിക്കുകയാണെന്ന പരാതി ഉയർത്തി പരിപാടി പൂർത്തിയാകും മുൻപേ മുതിർന്ന നേതാവ് ശശി തരൂർ വേദി വിട്ടു പോവുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തെയും സ്ഥാനത്തും അസ്ഥാനത്തും പുകഴ്ത്തുന്ന സമീപനമാണ് സമീപകാലത്ത് ശശി തരൂർ കൈക്കൊണ്ടിരുന്നത്. ബിജെപിയിലേക്ക് കൂടുമാറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് നേതാക്കൾ പോലും തരൂരിന്റെ നീക്കങ്ങളെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ തരൂരിനെതിരെ കർക്കശ നടപടികൾ കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. രക്തസാക്ഷി പരിവേഷത്തോടെ തരൂർ ബിജെപിയിൽ എത്തുന്നത് തടയാനായിരുന്നു ഇത്. ഇതിനിടയിലാണ് കെ.സി. വേണുഗോപാൽ തരൂരുമായി ചർച്ച നടത്തിയതും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും. ഇതോടെയാണ് വിവാദങ്ങൾക്ക് അവധി നൽകി തരൂർ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തരൂർ വഴി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തനാകാൻ ശ്രമിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ തരൂരിനെതിരെ അണിയറയിൽ ചരടുകൾ വലിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ കോൺക്ലേവിൽ കെ.സി. വേണുഗോപാൽ ശശി തരൂരിനെ വലിയ തോതിൽ പുകഴ്ത്തിയിരുന്നു. അത്തരമൊരു സ്വീകാര്യത കൊച്ചിയിലെ മഹാപഞ്ചായത്തിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് തരൂർ രാഹുൽ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. രാഹുൽ ഗാന്ധി വേദിയിലിരിക്കെ പ്രസംഗിക്കാനുള്ള അവസരം സംഘാടകർ ശശി തരൂരിന് നൽകിയില്ല. രാഹുൽ ഗാന്ധി വേദിയിലെത്തിയാൽ അദ്ദേഹം മാത്രമേ പ്രസംഗിക്കൂ എന്ന വിവരമാണ് ഹൈക്കമാൻഡ് പ്രതിനിധി ദീപദാസ് മുൻഷി തരൂരിന് നൽകിയത്. ഇതനുസരിച്ച് രാഹുൽ എത്തുന്നതിന് മുൻപേ തരൂർ പ്രസംഗം ആരംഭിക്കുകയും രാഹുൽ എത്തിയതോടെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ വേദിയിലിരിക്കെ തന്നെ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, സണ്ണി ജോസഫ് തുടങ്ങിയ നേതാക്കൾക്ക് പ്രസംഗിക്കാൻ അവസരം നൽകുകയും ചെയ്തു. മഹാപഞ്ചായത്ത് സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ ഗാന്ധിയാകട്ടെ പൂർണ്ണമായും ശശി തരൂരിനെ അവഗണിക്കുകയും ചെയ്തു. പ്രസംഗവേളയിൽ വേദിയിൽ ഉണ്ടായിരുന്ന പ്രമുഖരെ പേരെടുത്ത് പരാമർശിച്ച രാഹുൽ ഗാന്ധി തരൂരിന്റെ പേര് പോലും പറഞ്ഞില്ല. AICC നേതാക്കൾ മുതൽ പ്രാദേശിക നേതാക്കളുടെ വരെ പേരെടുത്തു പറഞ്ഞ രാഹുൽ വേദിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിനെ ബോധപൂർവം അവഗണിച്ചത് തരൂർ പക്ഷത്തെ നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. രാഹുൽ ബോധപൂർവം മറന്നതല്ലെന്നും തരൂരിന്റെ കേരളത്തിലേക്കുള്ള വരവിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചാണ് തരൂരിനെ അവഗണിച്ചതെന്നാണ് തരൂർ പക്ഷ നേതാക്കൾ വിശ്വസിക്കുന്നത്. തരൂരിന് പുറമെ മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരനും രാഹുലിൽ നിന്നും അവഗണന നേരിടേണ്ടി വന്നു എന്ന ചർച്ചയും ശക്തമാണ്. മഹാപഞ്ചായത്ത് വേദിയിൽ രാഹുലിന്റെ അടുത്താണ് കെ. സുധാകരൻ ഇരുന്നത്. എന്നാൽ രാഹുലാകട്ടെ സുധാകരനോട് മാറാൻ പറയുകയും അവിടെ നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഇരുത്തുകയും ചെയ്തു. ഈ കാഴ്ചകളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തെത്തുകയും ചെയ്തു. ഇതോടെയാണ് സംസ്ഥാന കോൺഗ്രസിലെ ചില നേതാക്കൾ ബോധപൂർവം രാഹുലിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന ആരോപണം ശക്തമായി ഉയർന്നത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ UDF സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് എന്ന വിജയാഘോഷ ചടങ്ങിൽ നേരിടേണ്ടി വന്ന അവഗണന മൂലമാണ് ശശി തരൂർ വേദി വിട്ട് പുറത്തുപോയത്. ഈ വിധം അസംതൃപ്തികൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതു വിധത്തിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം.